ഇതാണ് ആ നവകേരള ബസ്. എന്തായാലും മ്യൂസിയത്തിൽ വെക്കില്ല, ഇത് ജനങ്ങളിലേക്ക് എത്തുകയാണ്. 5-ാം തീയതി മുതൽ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് ആരംഭിക്കും. ഇവിടെ നിന്നാൽ പോരല്ലോ, അകത്തെ കാഴ്ചകൾ കാണാം. ഇതുവഴിയാണ് ബസ്സിലേക്ക് കയറാനുള്ള മുൻവാതിൽ. ഇവിടെയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉള്ളത്. ഇങ്ങനെ കയറി നിന്ന് ലിഫ്റ്റിൽ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെയാണ് മുഖ്യമന്ത്രി ഇരുന്നത്. മറ്റു മന്ത്രിമാരെല്ലാം ഈ സീറ്റുകളിൽ, ഇങ്ങോട്ടുള്ള തുടർന്നുള്ള സീറ്റുകളിലാണ് ഇരുന്നത്. ഭാരത് ബെൻസിൻ്റെ വാഹനം പ്രത്യേകം ക്രമീകരിച്ച് സീറ്റായിരുന്നു. പക്ഷേ അന്നുണ്ടായിരുന്ന സീറ്റ് മാറ്റിയിട്ടുണ്ട്. പകരം പുതിയ പുഷ് ബാക്ക് സീറ്റുകളാണ്. കാരണം ദീർഘദൂര യാത്രയാണ്. ബാത്റൂം സൗകര്യമുണ്ട്, AC, TV, ബാക്കി അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ അതിൽ നിലവിലുണ്ട്. ഇവിടെ ഡോറും AC മാത്രമേ ഉള്ളൂ. ബാക്കി TV ഒക്കെ അവിടെയാണ്, അകത്താണ്. ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പുറത്ത് പെട്രോൾ പമ്പുകളിലോ അല്ലെങ്കിൽ ടോൾ ബൂത്തുകളിലോ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ അതിനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകർഷണം. ഒരു ചെറിയ ബാത്റൂമാണ്. ഇത്തരത്തിൽ ഒരു അകത്തൊരു വാഷ് ബേസിൻ അടക്കം ക്രമീകരിച്ചുള്ള ബാത്റൂമാണ്. ഈ ബാത്റൂമിന് നേരെ എതിർവശം തന്നെയാണ് ഈ വാഷ് ഏരിയ എല്ലാം ഉള്ളത്. അതായത് ഒരു കിച്ചൺ വാഷ് ഏരിയ എന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സ്റ്റോറേജ് സ്പേസ് ഇതുകൂടാതെ ഇവിടെ മൈക്രോവേവ് ഓവനോ അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കറോ എല്ലാം കണക്ട് ചെയ്യാവുന്ന രീതിയിൽ പ്ലഗ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. കോമ്പാക്റ്റ് കിച്ചൺ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡ്രസ്സിംഗ് ഏരിയയിലെല്ലാം ഉള്ളതുപോലുള്ള ഒരു മിററുണ്ട്. അവിടെ ഒരു സ്പോട്ട് ലൈറ്റ് അവിടെയും പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവയെല്ലാമാണ് നവകേരള ബസ്സിൻ്റെ ഉൾക്കാഴ്ചകൾ. ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാക്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇല്ല, പകരം സ്റ്റെപ്പാണ്. സ്റ്റെപ്പിൽ ഇറങ്ങി വരണം. ഈ ബസ്സിൽ ഇപ്പോഴും കേരള സർക്കാരിൻ്റെ പേര് ആലേഖനം ചെയ്തിട്ടുണ്ട്. PRDക്കാണ് ഇപ്പോഴും ഇതിൻ്റെ ഉടമസ്ഥാവകാശം. ഇനി അത് KSRTC കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിറം മാറ്റാൻ ആലോചനയുണ്ടായിരുന്നു, പക്ഷേ സാമ്പത്തിക ബാധ്യത ആ ഒരു കറ്റ കാരണം കൊണ്ട് നിറം ഇത് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുകൂടാതെ KSRTC അധികൃതർ കരുതുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ നവകേരള ബസ് എന്നുള്ള രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്താൽ കൂടുതൽ യാത്രക്കാർ ഇതിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. 5-ാം തീയതി മുതൽ യാത്രക്കാർക്ക് ഈ ബസ്സിനുള്ളിൽ കയറി യാത്ര ചെയ്യാനാകും.